എത്തിയിട്ടുള്ളതേ പഴയന്നൂർ പാറക്കിലാണ്. ഇവിടെ എന്താണെന്നല്ലേ, അത് നമുക്ക് പിന്നെ പറയാം. അതിനു മുന്നേ ഒരു കാര്യം, നമ്മൾ പാരൻസ് എല്ലാവരും നമ്മുടെ മക്കൾ എല്ലാ രംഗങ്ങളിലും മുന്നിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എത്ര കഷ്ടപ്പാട് വേണമെങ്കിലും അവർക്ക് വേണ്ടി കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. അപ്പോൾ പഠനത്തോടൊപ്പം തന്നെ കലാരംഗത്ത് മുന്നിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും ഒരു രക്ഷിതാക്കൾ ഉണ്ടാവുമോ? നമ്മുടെ പഴയന്നൂർ പാറക്കിൽ ഈ വീട്ടിൽ അങ്ങനെയുള്ള 2 പ്രതിഭകളെ പരിചയപ്പെടാനാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ദീപിക, ദേവിക. ദേവിക ജയേഷ്, ദീപിക ജയേഷ്. ഡാൻസിലും പാട്ടിലും എല്ലാം പേരും പ്രശസ്തിയെല്ലാം നേടി ഈ നാടിൻ്റെ അഭിമാനമായി മാറിയ ദീപികേനെയും ദേവികേനെയും പരിചയപ്പെടാനാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. ഹലോ, ദേവിക, ദീപിക അല്ലേ? ദേവിക നമ്മുടെ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹൈസ്കൂളിൽ +1 വിദ്യാർത്ഥിയാണ്. പറഞ്ഞോളൂ, എത്രാം ക്ലാസ്? 8ാം ക്ലാസ്. അവിടെ തന്നെ, ആ സ്കൂളിൽ തന്നെയാണ്. 2 പേരുടെയും ട്രോഫികൾ കാണാൻ പോവാണ്. നമ്മൾ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടാൻ പോവാണ്. ദേവിക ജയേഷ്, അതായത് നൃത്തം എന്ന് പറയുന്നത് മനസ്സിൽ ഉൾക്കൊണ്ട് ഭരതനാട്യം, കുച്ചിപ്പിടി, അതുപോലെ കേരള നടനം, ഇതിലെല്ലാം സംസ്ഥാന തലത്തിൽ സമ്മാനം വാരിക്കൂട്ടി 5 വയസ്സ് മുതൽ അല്ലേ, 5 വയസ്സ് മുതൽ നൃത്തം പഠിച്ചിട്ടുള്ള ദേവികയുടെ വിശേഷങ്ങളും, അതേപോലെ തന്നെ പാട്ട് രംഗത്ത് ഏറ്റവും വലിയ പ്രശസ്തി നേടി നമ്മുടെ M ജയചന്ദ്രൻ്റെ കൂടെ പാടാനുള്ള ഭാഗ്യം ലഭിച്ച കൊച്ചുമിടുക്കിയായ ദീപികയാണ് ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നത്. ഇവരെ പ്രോത്സാഹിപ്പിച്ച് മുന്നേ കൊണ്ടുപോകുന്ന 2 പേരും കൂടി ഉണ്ട് ഇവിടെ. അവരെയും കൂടി നമുക്കിതിൽ ജോയിൻ ചെയ്യിപ്പിക്കാം. അച്ഛൻ ജയേഷ്, അമ്മ ആശ. ആദ്യം നമുക്ക് ഇവരിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? നിങ്ങളാണ് ഇവരുടെ ഒരു പ്രോത്സാഹനം എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. എങ്ങനെയായിരുന്നു അതിലേക്കുള്ള ഒരു മക്കളുടെ കഴിവുകൾ കണ്ടുപിടിച്ച് അതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഇത്? സത്യം പറഞ്ഞാൽ കൊറോണ കാലമാണ്. നമുക്ക് വീട്ടിലെല്ലാവരും നമുക്ക് എല്ലാ നേരവും സമയം പണിയാണ്, വർക്ക്ഷോപ്പാണ്, ബിസിനസ്സാണ്. അപ്പോൾ കൊറോണ സമയത്താണ് നമുക്ക് കുറച്ച് ഇവരായിട്ട് ഒരുപാട് സമയം കിട്ടിയത്. അന്ന് മുതലാണ് പിന്നെ കഴിവുകൾ. 5 വയസ്സ് മുതലാണ് മോളെ നൃത്തം പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് മനസ്സിലാവണം അല്ലേ കുട്ടിക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെ ആരാ കണ്ടുപിടിച്ച, അമ്മയാണോ? വീട്ടിലിങ്ങനെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ഡാൻസ് കളിക്കാൻ. നമുക്ക് പറ്റിയില്ല. അപ്പൊ അങ്ങനെ മോളിലൂടെ. എവിടെയാ പഠിച്ചിരുന്നത്? ആദ്യം ദീപിക ടീച്ചറായിരുന്നു, തിരുവല്ല ടീച്ചറായിരുന്നു. ടീച്ചറെ അടുത്ത് ഒരു 3-4 കൊല്ലം അവിടെ പഠിച്ചു. അരങ്ങേറ്റൊക്കെ അവിടെ തന്നെയായിരുന്നു. അതിനുശേഷമാണ് പിന്നെ തിരുവില്ലാമല മഞ്ജു ടീച്ചർ. അതുപോലെ തന്നെ ചെറിയ മോള് ദീപിക പാട്ടില് നമുക്ക് എന്താ പറയുക, എത്തിപ്പെടാൻ പറ്റാവുന്ന ഉയരങ്ങളിൽ എത്തിപ്പെട്ടു അല്ലേ ഈ ഒരു ചെറിയ പ്രായത്തില്? അത് എങ്ങനെയായിരുന്നു? അവള് ഇങ്ങനെ എന്താ പറയുക, പാട്ടുകൾ നന്നായിട്ട് ചെറുപ്പകാലത്ത് മുതലേ ഇങ്ങനെ പാടുമായിരുന്നു. പിന്നെയാണ് ഞങ്ങൾ ഈ ഭക്തിഗാനങ്ങളൊക്കെ പാടുമ്പോൾ പെട്ടെന്ന് അത് കൊണ്ട് പാടാനുള്ളത്. അപ്പോൾ പിന്നെ ഞങ്ങളൊരു നല്ലൊരു ഗുരുവിനെ ഫസ്റ്റ് തിരുവില്ലാമല ജയറാം മാഷിനെയാണ് കണ്ടുപിടിച്ച് വീട്ടിൽ വന്ന് പഠിപ്പിക്കലായിരുന്നു. പിന്നെ ഇപ്പോൾ ചെമ്പയിൽ പഠിപ്പിക്കുന്നൊരു ടീച്ചറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ചെറുപ്പത്തിൽ നമ്മൾ കൊണ്ടുപോകണം, അതുപോലെ ആ ടൈം നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം, അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അല്ലേ? പക്ഷെ ഇപ്പൊ അഭിമാനം തോന്നുന്നില്ലേ? ഒരുപാട് സന്തോഷം. മക്കൾക്ക് എന്താ പറയാനുള്ളത്? സന്തോഷം. അച്ഛനമ്മയെ ആഗ്രഹിച്ചത് തിരിച്ചു കൊടുക്കാൻ പറ്റി അല്ലേ? ഫസ്റ്റായിട്ടുള്ള സപ്പോർട്ട് തന്നെ ഇവരായിരുന്നു. ഇവര് കാരണമാണ് ഞങ്ങൾ ഇത്ര വലിയൊരു നിലയിൽ എത്തിപ്പെടാൻ തന്നെ കാരണം. സന്തോഷം തോന്നുന്നു. മോൾക്ക് എന്താ പറയാ? ഫാമിലിന്റെ സപ്പോർട്ട്, അതുകൊണ്ടാണ് ഇവിടെ എത്താൻ പറ്റിയത്. ഈ ട്രോഫികളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അന്തം വിട്ട് നിൽക്കുകയാണ്. നമുക്ക് കൂടുതൽ ഡീറ്റെയിലേക്ക് പോവാം നമുക്ക്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ആദ്യം ദേവികയിൽ നിന്ന് തുടങ്ങാം അല്ലേ? മോളിപ്പോൾ ചെറുപ്പം തൊട്ടിട്ട് തന്നെ ഈ കോൺവെന്റിലാണോ പഠിക്കുന്നത്? അല്ല, ഞാനൊരു 5th വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ സെന്റ് തോമസ് എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളിലായിരുന്നു. CBSE ആയിരുന്നു. പിന്നെ ഞാൻ 5th ശേഷം LFക്ക് മാറി ചെയ്ത്. മോള് ഇത്തരം ഈ ഇങ്ങനെ വേദികൾ ഒരുപാട് കിട്ടാൻ വേണ്ടിയിട്ടാണോ സ്കൂൾ മാറിയത്? ഇപ്പൊ CBSE ആകുമ്പോൾ നമുക്ക് സ്റ്റേറ്റും സംസ്ഥാന കലോത്സവത്തിന് ഒന്നും പോകാൻ ബുദ്ധിമുട്ടാണല്ലോ.
അപ്പോൾ അതുകൊണ്ടാണോ ജില്ലാ സ്റ്റേറ്റ് അങ്ങനെയൊക്കെ പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണോ? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ 5th വരെ ഉണ്ടായിരുന്നുള്ളൂ സെന്റ് തോമസിൽ. അതിനുശേഷം ഇങ്ങോട്ട് ചേർന്നതാണ്. പിന്നെ കലോത്സവം എന്നുള്ളതും ഇങ്ങോട്ടേക്ക് വന്നപ്പോഴാണ് അതിനെക്കുറിച്ച് ഇങ്ങനെ കൂടുതൽ അറിഞ്ഞതും അതിന്റെ പിന്നാലെ ഇങ്ങനെ പോയതൊക്കെ. സ്കൂളിൽ എങ്ങനെയുണ്ട് സപ്പോർട്ട്? ടീച്ചേഴ്സ് സ്കൂള് നല്ല സപ്പോർട്ടാണ്, എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്. ഇപ്പൊ 2025-26 കേരള നടനത്തിനാണ് അല്ലേ സമ്മാനം കിട്ടിയത് സംസ്ഥാന തലത്തില്. യെസ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എല്ലാവരുടെ സ്കൂളിൽ ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കരമായിട്ട്? അതെ, അവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സ് ആയാലും എൻ്റെ പരിപാടി കഴിയണ വരെ അവിടെ നിന്ന് കൂടെ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞാൽ എല്ലാവരും നല്ല ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു. നമ്മൾ ഓരോ പരിപാടി കണ്ടാലും അമ്മ പറയും. കാരണം എല്ലാതും ഓരോന്നും ഒന്നിനൊന്നും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് ഭരതനാട്യം പഠിക്കുന്നുണ്ട്, കുച്ചിപ്പിടി പഠിക്കുന്നുണ്ട്, കേരള നടനം, മോഹിനിയാട്ടം പഠിക്കും. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഏത്? അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ വഴങ്ങതാണ് ആ ഒരു ഇത്. മോഹിനിയാട്ടും കേരള നടനും ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതെ അല്ലേ. മോള് ഡാൻസ് കളിക്കും, ദീപിയോ പാട്ട് പാടും. അങ്ങനെ ഞങ്ങൾ കുറെ ന്യൂസുകൾ ചെയ്തിട്ടുണ്ട് അല്ലേ. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാ? അതായത് വീട്ടിൽ തന്നെ 2 കലാകാരികളാണ്, വേറെ പുറത്തൊന്നും ഒരാളെ ആവശ്യമില്ല. ഇനി കാലക്രമേണ നമുക്ക് ഡാൻസിലെ ആളെ കൊണ്ടുവരാം അല്ലേ. ഒന്നാമത്തെ അവള് നന്നായി ഡാൻസ് കളിക്കും, ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അല്ല, ഡാൻസ് നമ്മള് ജതിയൊക്കെ പാടുന്ന സമയത്ത് ഒരു ടീച്ചർ വന്നിരുന്ന് നട്വാങ്കൊക്കെ ചെയ്യില്ലേ? ആ സമയത്ത് ആളെ കൊണ്ടുവന്നാലോ അതിലേക്ക് എത്താൻ പറ്റൂലേ? ജയശ്രീ ടീച്ചർ, നമ്മുടെ കലാമണ്ഡലം ജയശ്രീ ടീച്ചറിന്റെ അടുത്ത് ഇവള് പഠിച്ചിട്ടുണ്ട് കുറച്ചു കാലം. എൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. ഇവളും അവളും കൂടി ഒപ്പം പോവായിരുന്നു. പിന്നെയാണ് ഇവള് പാട്ടിലേക്കും അവള് ഡാൻസിലേക്കും പ്രൊഫഷണൽ ആയിട്ട് തിരിഞ്ഞത്. മോളുടെ ഒരു പാട്ട് കേട്ടാലോ നമുക്കെന്നാ? എന്നിട്ട് തുടങ്ങാം അല്ലേ. എൻ്റെ മടിയെന്നും നിന്റെ പൂമഞ്ചം എൻ മനമെന്നും നിൻ പൂങ്കാവനം. എൻ്റെ മടിയെന്നും നിന്റെ പൂമഞ്ചം എൻ മനമെന്നും നിൻ പൂങ്കാവനം. ഈ ജന്മത്തിലും വരും ജന്മത്തിലും ഇനി ജീവൻ താരാട്ടായൊഴുകണമേ. മധുകണം പോലെ മഞ്ഞിൻ മണി പോലെ മയങ്ങൂ നീലധമേലേ, മയങ്ങൂ നീൻ മടിമേലേ. ആരിരോ ആരിരാരോ ആരിരോ ആരിരാരോ. മോളുടെ പാട്ട് കേട്ടപ്പോൾ ഒരു ഏഷ്യാനെറ്റിലൊരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ? ആ എക്സ്പീരിയൻസ് ഒന്ന് പറയൂ. അത് ഫാമിലി ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ഫാസ്റ്റസ്റ്റ് ഫാമിലി ഫസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയാണ്. ചേച്ചിയും അച്ഛനാണ് പങ്കെടുത്തത്. അവിടെ പോയപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവില്ല, അവരൊക്കെ ഞങ്ങൾ നല്ല സപ്പോർട്ടായിരുന്നു. ഞങ്ങൾ പാട്ടും ഡാൻസും പഠിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ ഞങ്ങളെ സെലക്ട് ആക്കി. അതിനൊക്കെ നല്ല സന്തോഷമുണ്ട്. പിന്നെ അവർ നന്നായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നല്ല ഇതൊക്കെ ചെയ്തു. സന്തോഷം. അച്ഛനും അമ്മയും കലാകാരിയാണോ? അച്ഛനിങ്ങനെ പങ്കെടുത്തു പറഞ്ഞപ്പോൾ ചോദിക്കുകയാണ് ഞാൻ. അല്ല, ഞങ്ങള് ആഗ്രഹം ഉണ്ടെങ്കിലും ഒന്നൊന്നും സാധിക്കാൻ പറ്റാത്ത അവസ്ഥകളായിരുന്നു. പക്ഷെ പിന്നിപ്പോൾ ഇവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നു. അതിൽ കിട്ടുന്ന സന്തോഷം ഇവർക്ക് വേണ്ടി നമ്മൾ ഫുൾ ടൈം എവിടെ പോകണമെങ്കിലും ഒരു ചെറിയൊരു പരിപാടിയാണെങ്കിലും കൂടി പങ്കെടുപ്പിക്കും. അങ്ങനെ ഇപ്പോൾ ഒരു അത്യാവശ്യം കുഴപ്പമില്ല. ഇപ്പോൾ ഏഷ്യാനെറ്റിൽ പോയത് പറഞ്ഞാൽ ഇവർ 2 പേരുടെയും പെർഫോമൻസ് അവർ കണ്ട ഉടനെ തന്നെ സെലക്ട് ആക്കിയ പോലെ. സുരാജ് വെഞ്ഞാറമൂടിന്റെ ഫാസ്റ്റസ്റ്റ് ഫാമിലി ഫസ്റ്റ് പറഞ്ഞിട്ട് അടിമോനെ ബസാർ പറഞ്ഞു ഒരു പൂരത്തിനുള്ള ആളുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയപ്പോ കോട്ടയത്തിൽ അവിടെ വെച്ചിട്ടായിരുന്നു ഇന്റർവ്യൂ. എന്തായാലും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. പിന്നെ ഇപ്പൊ നമുക്ക് ഒരുപാട് ചാനലുകാർ വിളിക്കുന്നൊക്കെ ഉണ്ട്, അമൃത ചാനല് അങ്ങനെയുള്ളവരൊക്കെ വിളിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ സംഭവം നമുക്ക് ഇപ്പോൾ പണീൻ്റെ തിരക്ക് കാരണം ഇതിലേക്ക് പൂർണ്ണമായിട്ട് ഇവിടെ ഉള്ളതിലേക്കൊക്കെ പോകും. പക്ഷെ അങ്ങോട്ട് പോകാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഒത്തു വരുന്നില്ല. ഇപ്പോൾ നോക്കണം. പിന്നെ അവളുടെ ഓഡിഷനൊക്കെ ഒരുവിധം എല്ലാ ചാനലിലും ഓഡിഷനിൽ പോകാറുണ്ട്. സെലക്ട് ആയിട്ടൊന്നുമില്ല. ഫസ്റ്റത്തെ ഒരു കൊറോണ സമയത്ത് സെലക്ട് ആയ പോലെ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അത് നിർത്തിവെച്ചു. 3 റൗണ്ടൊക്കെ ആയതാണ്. മോള് ക്ലാസിക്കൽ മാത്രമാണോ പഠിക്കണേ പാട്ടില്? അതെ അല്ലേ. സ്കൂളിൽ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ എങ്ങനെയാ? പങ്കെടുക്കുമ്പോൾ എല്ലാത്തിലും ഫസ്റ്റ് കിട്ടാറുണ്ട്. പിന്നെ തെളിവാണ് ഈ പിന്നില്. അമ്മയുടെ ഒരു ഇതെങ്ങനെയാ, അതായത് കോൺട്രിബ്യൂഷൻ എങ്ങനെയാ? അവരെ വീട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനും അതിനൊക്കെ
കുറേ ടൈം? അല്ല, അത് പ്രാക്ടീസിന്റെ കാര്യം നമ്മൾ പറയൊന്നും വേണ്ട. അവര് രാവിലെ എണിച്ച് മോളിൽ പോയി പ്രാക്ടീസ് ചെയ്യും. ചെറിയ ആളായാലും അതെ, പ്രാക്ടീസും കാര്യങ്ങളും ഒന്നും പറയൊന്നും വേണ്ട. ഫസ്റ്റ് ഒക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിന്റെ ഒരു അടിത്തറ കിട്ടിയപ്പോൾ അവരെന്നെ സ്വയം ചെയ്യാൻ തുടങ്ങി. ഒന്നും പറയൊന്നും വേണ്ട, എല്ലാ ദിവസവും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യും. നമുക്ക് ഈ ഒരു മത്സരങ്ങൾ എന്നൊക്കെ പറയണത് ഇപ്പോൾ ഒരു ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശമുണ്ട്. അതായത് ഭയങ്കര എക്സ്പെൻസീവാണ്, നമുക്ക് ഇതിൻ്റെ പിന്നിൽ കൊണ്ട് നടക്കാൻ പറ്റാത്തൊരു അവസരങ്ങളൊക്കെ വരും. അപ്പോൾ അതെങ്ങനെയാണ്, അതായത് നമ്മൾ മക്കൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്, അത് ഓക്കെയാണ്. പക്ഷെ കുറേ പേര് അതിന്ന് പിൻവാങ്ങുന്ന ഒരു ഇത് കാണാറുണ്ട്. അത് ഒരു 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 80 രൂപയും ഇതിലേക്കാണ്. അതെന്തോ ദൈവം ഞങ്ങൾക്ക് അതിനുള്ള ഒരു സാഹചര്യങ്ങൾ തരുന്നുണ്ട്, അതുകൊണ്ട് നടന്നു പോകണം. ചിലവർക്ക് അത് ചിലപ്പോൾ കിട്ടാതെ ആവാന്ന് വിചാരിക്കുന്നു. പക്ഷെ ഈ കേരള നടനം പോലൊരു ഡാൻസിനൊക്കെ ഞങ്ങളിപ്പോ 3-ാമത്തെ വർഷമാണ് തുടർച്ചയായിട്ട് പോകുന്നത്. അപ്പൊ എങ്ങനെ പോയാലും 1 ലക്ഷം 1.5 ലക്ഷത്തോളം ആ ഒരു ഐറ്റത്തിന് തന്നെ മാത്രമാണ്. അപ്പോ ഞങ്ങള് ഈ കോസ്റ്റ്യൂമൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന ഇതാണ്. പക്ഷെ നമ്മുടെ കോസ്റ്റ്യൂം പോലും പരിഗണിക്കില്ല, അതിനേക്കായി കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. അതെ, ഈ ഒരു പൈസയുടെ ഒരു ഭാഗം അവിടെ ഉണ്ട് ഓരോ മത്സരങ്ങളിലേക്ക്. അതെ, പൈസ ഇല്ലാത്തവര് മുമ്പോട്ട് പോകല് കഷ്ടം തന്നെ. അത് മാത്രല്ല, നമ്മൾ എത്ര കൂടുതൽ ചെലവാക്കണോ അതാണ് മത്സരങ്ങൾക്ക് മാനദണ്ഡം എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നുള്ളൂ. പിന്നെ മക്കൾക്ക് വേറെ എന്തൊക്കെയോ ഹോബീസ്? ഡാൻസ്, പാട്ട് അതൊന്നല്ലാതെ വയലിൻ പഠിക്കുന്നുണ്ട്. ഏത് സാറിൻ്റെ അടുത്താ? ക്ലാസിക്കലാണോ പഠിക്കുന്നത്? ഏത് സാറിൻ്റെ അടുത്താ? അതെ. എത്ര വർഷമായി ഇപ്പോൾ വയലിൻ പഠിക്കാൻ തുടങ്ങി? 4 വർഷമായിട്ട് ഞാൻ പഠിക്കുന്നുണ്ട്. നമുക്കൊന്ന് കാണാൻ പറ്റുമോ ചെയ്യാതെ? ഏറ്റവും കൂടുതൽ സപ്പോർട്ട് പറയുന്നത് സ്കൂളിൽ തന്നെയാണ്. നല്ല കിട്ടിയിറക്കണം. ഇപ്പോൾ ബ്ലോക്കിൻ്റെ അവിടെ ഗവൺമെൻറ് സ്കൂളാണെങ്കിലും ഒരു കുട്ടീനാണെങ്കിലും കൂടി അവർ എത്തേണ്ടോടൊക്കെ എത്തിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റ് ഇവരെ സെലക്ട് ചെയ്യുന്ന പോലെയാണ്. ഇവരെ എന്തൊരു ചെറിയത് ഇവളൊക്കെ ആദ്യം കവിത പാടാൻ പോയിട്ട് ജില്ല വരെയൊക്കെ എത്തിയതാണ്. അതുവരെ അതിനൊക്കെ അവർ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ കോൺവെന്റിനാണെങ്കിലും ഒരു ടീച്ചർ, എന്താ ടീച്ചറിന്റെ പേര്, സിനി ടീച്ചർ, ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് സംസ്ഥാന കലോത്സവത്തിൽ എത്താൻ ഉള്ള ഞങ്ങളെക്കായും ഏറ്റവും കൂടുതൽ ശ്രമിച്ചതും രാത്രി 12 മണി വരെ ഞങ്ങളുടെ ഒപ്പം നിന്നിട്ട് അത്രയും സിനി ടീച്ചർ പറഞ്ഞ ടീച്ചർ. അപ്പോൾ ഞങ്ങളുടെ ഒരു ദൈവത്തെ പോലെയാണ് ആ ഒരു സമയത്ത് അവരൊക്കെ പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ കഴിവുണ്ടായാൽ മാത്രം പോരാ, സഹായിക്കാൻ കൊണ്ടുപോകാൻ ഒരുപാടുള്ള ആൾക്കാരിന്റെ കൂടി ആവശ്യമുണ്ട്. അതില് അങ്ങനെയുള്ളവരൊക്കെ ചില സാഹചര്യങ്ങൾ ഞങ്ങൾ കണ്ടുമുട്ടുന്നു ദൈവത്തിന്റെ സഹായം കൊണ്ട്. വലിയ അനുഗ്രഹമാണ് അത്. ഞങ്ങളെ പോലെ ഞങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാ തരത്തിലും ഉള്ള അനുഭവങ്ങൾ അനുഭവിച്ചു വന്ന് ഇരിക്കുന്നവരാണ്. എന്ന് വെച്ചാൽ ഒന്നുമില്ലാതെ ഒരു 10 റുപ്യ പോലും ഇല്ലാത്ത രീതിയിൽ വരുന്ന സമയത്തും ഇവർക്ക് അതിനുള്ള സപ്പോർട്ട് ചെയ്യാൻ ആ സമയത്ത് പൈസ എന്തായാലും ദൈവം നമ്മുടെ കയ്യിൽ എത്തിക്കാറുണ്ട്. ദൈവത്തിന്റെ സപ്പോർട്ടാണ് മെയിൻ. പൈസയും പണമാണെങ്കിലും അവരെ അനുഗ്രഹിച്ച് മുമ്പിലേക്ക് എത്തിക്കണമെങ്കിൽ ആരെങ്കിലും പ്രത്യക്ഷപ്പെടണം. ഞങ്ങൾക്ക് ഒരു പരിമിതി ഉണ്ടല്ലോ. വർക്ക്ഷോപ്പുകാരനോ ഒരു ബിസിനസ്സുകാരനൊക്കെ ഒരു സ്ഥലത്ത് എത്തിപ്പെടണമെങ്കിൽ ഒരു പരിമിതി ഉണ്ട്. അതല്ല, പരിമിതികളപ്പുറം കഴിവ് ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ പോകുന്നത്. അതെ, കഴിവും വേണം. മക്കൾ അതിനനുസരിച്ച് തരുന്നുണ്ടല്ലോ തിരിച്ച്. ഇപ്പൊ നമ്മൾ അതിന് പ്രയത്നിച്ച് നമുക്ക് കാര്യമില്ലാച്ചെങ്കിൽ നമ്മള് നമ്മുടെ എല്ലാം നഷ്ടമാണ്. ഞങ്ങൾ അങ്ങനെ ഒരു എവിടെ പോയിട്ടും അവിടെ ഒരു കാണാൻ ചിലപ്പോൾ ഒരാൾ പോലും ഇല്ലാത്ത സ്ഥലമാണെങ്കിലും ഞങ്ങൾ പൂർണ്ണമായിട്ട് അവിടെ കളിച്ച് എല്ലാം നമ്മൾ ദൈവത്തിന് ഒരു അമ്പലമാണെങ്കിൽ ആ ദൈവത്തിന് മുമ്പിൽ കളിക്കുന്നു എന്നുള്ള പ്രതീക്ഷയിലാണ്. ഒരാൾ കാണാൻ വേണ്ട, ഒന്നിനും വേണ്ട. പക്ഷെ അങ്ങനെ
ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ ഞങ്ങൾ വന്ന് വേഷമൊക്കെ കെട്ടി പോയിരിക്കുമ്പോൾ ചുരുങ്ങിയത് ഒരു ചെറിയൊരു ക്ഷേത്രത്തിലൊരു ഉത്സവത്തിൽ പങ്കെടുക്കാനും പോലും ഒരു 4000-5000 രൂപ ചിലവുണ്ട്. ഡാൻസ് ഇവൾക്ക് പിന്നെ ഒന്നുമില്ല, പാടുക. പക്ഷെ ഇവളൊക്കെ അങ്ങനെയല്ല, ഒരു ചെറിയൊരു അമ്പലത്തിലൊരു സ്റ്റേജ് പരിപാടിക്ക് അടക്കം 3000 രൂപ മിനിമം വേണം വേഷങ്ങളാണെങ്കിൽ ഇതൊക്കെ കെട്ടി വരുമ്പോൾ. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞാൽ അവിടെ പോകുമ്പോൾ ഒരു 10 പേര് പോലും ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾക്കതൊന്നും ഒരു വിഷയമായിരുന്നില്ല. ഇപ്പോഴും ഇപ്പോൾ ഇതിൻ്റെ ഓഡീഷനൊക്കെ പോകുമ്പോഴും ചിലപ്പോൾ അവിടെ ഒരു പൂരത്തിനുള്ള ആളുണ്ടാവും. ഞങ്ങളതൊക്കെ കഴിഞ്ഞ് കിട്ടിയോ കിട്ടിയില്ലേ അതിന് പേര് ശ്രമിക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാണുമ്പോൾ നമുക്കൊരു മടി വരില്ല, ഇതൊന്നും കിട്ടില്ല, ഞങ്ങളങ്ങനെ തിരിച്ചു വരാറേ ഇല്ല. അപ്പോൾ അതൊക്കെ വരേണ്ട ഒരു കഴിവാണ്. ചിലപ്പോഴൊക്കെ ഒരു വേഷം കെട്ടിയിട്ട് ചിലപ്പോൾ ഞങ്ങൾ കലോത്സവത്തിനൊക്കെ 6 മണിക്ക് അവിടെ എത്തും. ചിലപ്പോൾ കലോത്സവത്തിൻ്റെ പരിപാടി ഇവിടെ സ്റ്റേജിൽ കയറുന്നത് 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അത്രയും സമയം ഈ വേഷം കെട്ടി അറിയാലോ, മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാതിരിക്കുന്ന അത്രയും അവർ സഹിക്കുന്നുണ്ട്. അതിന് ദൈവം കൊടുക്കുന്ന ഓരോ ഇതാണ്. നമ്മള് M. ജയചന്ദ്രൻ സാറിന്റെ കൂടെ പാടാനൊരു അവസരം കിട്ടിയെന്ന് നമ്മൾ അറിഞ്ഞു. അത് എങ്ങനെയായിരുന്നു, അതൊന്ന് പറയുമ്പോൾ? അത് മായനൂർക്കാവില് 2 വർഷം 2 വർഷമല്ലേ 2 വർഷം 3 വർഷം 2 വർഷം കൂടുമ്പോൾ ജയചന്ദ്രൻ സാറൊരു ഗാനമേള പോലെ ഒരു വെക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഒരു പാട്ട് പാടാനുള്ള അവസരം തരുമോ ചോദിച്ചു. അപ്പോൾ ഫസ്റ്റ് സാറ് പറഞ്ഞു പല്ലവി മാത്രം പാടിയിട്ട് നിർത്തിക്കോ പറഞ്ഞു. പിന്നെ ഞങ്ങൾ എൻ്റെ പാട്ട് കേട്ടപ്പോൾ സാറ് പറഞ്ഞു ഫുള്ള് പാടിക്കോ, രസമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊരു സന്തോഷമുള്ള നിമിഷം. ആ സാറിന്റെ ഒരു അനുഗ്രഹം കൂടി കിട്ടി അല്ലേ? ഇപ്പോൾ സാറിന് വിളിക്കാറുണ്ട്, ഉഷായാലും ഇതിനൊക്കെ ആശംസകൾ അറിയിക്കുമ്പോൾ തിരിച്ചും പറയാറുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു എന്താ പറയുക, വലിയൊരു ആരാധകരെ പോലെ ആയി. അല്ലെങ്കിലും അതെ. പഠനം എങ്ങനെ പോണു? അതെ, ഈ ഒരു കല കൊണ്ടുപോകുന്ന കാരണം സമയം ഇപ്പോൾ കലോത്സവം പരീക്ഷ ഏകദേശം ഒരു 10-20 ദിവസത്തിന്റെ വ്യത്യാസം വന്നു. പക്ഷെ ഒരു 12 മണി വരെ ഇരുന്ന് പഠിക്കായിരുന്നു. കാലത്ത് 4 മണിക്ക് എണീച്ചിട്ട് ഹാർഡ് വർക്കിംഗ് ആണ് അല്ലേ രണ്ടുപേരും. എന്നിട്ട് ഇപ്പോഴത്തെ കലോത്സവത്തിൽ കണ്ടല്ലോ A+ വളരെ അപൂർവമാണ്. നമ്മളിപ്പോ ഫുൾ A+ ഇല്ല, 8 A+, ഒരു A, ഒരു B+, അങ്ങനെ 90% മാർക്ക് മേടിച്ചു. അപ്പൊ പഠിത്തത്തിന് നമുക്ക് ഇതിന്റെ അതിനൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടേ വന്നിട്ടില്ല. ഇപ്പൊ ഇവിടെ പറയേണ്ടി വന്നിട്ടില്ല അല്ലെ, അവരെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യും. അതുകൊണ്ടാണ് നമുക്കും എത്ര മുടക്കിയാലും നമുക്കൊരു. അതെ. ഇന്നത്തെ കാലത്തെ കുട്ടികൾ ഇപ്പൊ ശരിക്കും നമ്മള് പാരന്റ്സിന്റെ ഒരു പകുതി ഭാഗം നമ്മള് പറഞ്ഞനുസരിക്കുള്ളൂ, ബാക്കിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് കൊണ്ടുപോകാൻ തോന്നുന്നത്. ഓരോ പരിപാടിക്കും കൊണ്ടുപോകാൻ തോന്നുന്നത് അവർ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു കല മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാർക്കും അത് തന്നെയാണ് ആവശ്യം. അതായത് നല്ല ഹാർഡ് വർക്കിംഗ്, പിന്നെ ഒരു സമയക്രമങ്ങള്, ഇതൊക്കെ തന്നെയാണ് ആവശ്യം. ഇരുന്ന് പഠിക്കണേ നമുക്ക് തന്നെ വിഷമാവും. ചിലപ്പോൾ 12 മണി 1 മണി അലാറം അവൾ തന്നെ ഫോണിൽ വെച്ച് രാവിലെ എണിച്ചിട്ട് ഒരു 4 മണിയാകുമ്പോൾ എണിച്ച് ആള് പഠിക്കും. നമുക്കൊന്നും പറയണ്ട, റെസ്റ്റ് എടുക്കുന്ന പറയേണ്ട ആവശ്യമുള്ളൂ അല്ലേ? നമ്മുടെ ആവശ്യമല്ലേ, പഠിപ്പില്ലാതെ ഞങ്ങള് കലാമണ്ഡലത്തിലേക്ക് വിടണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പഠിപ്പിന്റെ മുമ്പിൽ അത് രണ്ടും കൂടി ഒപ്പം കൊണ്ടുപോകാൻ അവർക്ക് കഴിയുമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പഠിപ്പിന് മുൻഗണന ഇപ്പൊ കൊടുക്കുന്നു. ഒപ്പം കേരളം അങ്ങനെയുള്ള കലകൾ അവള് ഒരു 6 മണിക്കെങ്കിലും നീക്കും. എന്നിട്ട് മുകളിൽ കയറി 1 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് പിന്നെ താഴത്തേക്ക് വരുള്ളൂ. ഞങ്ങൾക്ക് പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് പോലും ഒരു മടിയോ അല്ലെങ്കിൽ ഒരു തോന്നിപ്പിക്കാതെ ഞാനൊരു ദൈവവിശ്വാസിയാണ്. ആ വിശ്വാസത്തില് നമുക്ക് എന്താണോ ആവശ്യം, ജയചന്ദ്രന്റെ പാട്ടിന് പറഞ്ഞ് സിമ്പിളായിട്ട് നമ്മൾ ഒരിക്കൽ പോയി പാടിയ തന്നോന്നല്ല. 2-2.5 കൊല്ലത്തോളം അതിന്റെ എല്ലാവരെയും കണ്ട് ഒരു പ്രാവശ്യം വേദിയിൽ കയറി. പക്ഷെ അടുത്ത 2 കൊല്ലമാണ് നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചിരുന്നു. പക്ഷെ പാടാൻ അവസരം കിട്ടിയത് കൊണ്ട് 2 പേര് പാടിയിട്ട് ഇറങ്ങാനാണ് പറഞ്ഞത്. പാട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ജയചന്ദ്രൻ സാറിനെ ആ പാടാൻ നിൽക്കുന്ന ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരെ ഒരുപാട് ശ്രേയ അങ്ങനെയുള്ള കുറെ ആൾക്കാരായിരുന്നു. അവരൊക്കെ വന്ന് പാടുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം. ഇനി ഞങ്ങളുടെ തുടരട്ടെ അല്ലേ അവരുടെ കൂടെ. അല്ലെങ്കിൽ വെല്ലിച്ചിന്റെ ഒരു മകളുണ്ട്, അഞ്ജിത എന്ന പേര്. നല്ല സപ്പോർട്ടാണ്. എന്ത് സംശയം ചോദിച്ചാലും അപ്പൊ വിളിക്കും. ആള് ഗുരുവായൂരാണ്. അവള് ഗുരുവായൂർ അമ്പലത്തിൽ കൃഷ്ണാട്ടം കളിക്കുന്ന വിഷ്ണു എന്നാണ് ആളുടെ പേര്. ആളാണ് ഹസ്ബൻഡ്. എന്ത് ആവശ്യമുള്ള B.Ed കഴിഞ്ഞതാണ് അവള്. എന്തൊരാവശ്യം ഏത് സമയത്ത് വിളിച്ചാലും പഠന സംബന്ധമായി എന്ത് ആവശ്യത്തിനായാലും അവള് പറഞ്ഞു കൊടുക്കും. ഫോണിലൂടെ എന്നതാണ്, അതുപോലെ അത് എങ്ങനെയും ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടെങ്കിലും നല്ലൊരു സപ്പോർട്ടാട്ടോ. ട്യൂഷന് പോകുന്നുണ്ടോ വേറെ പുറത്ത് പഠിക്കാനായിട്ട്? പോയിട്ടുണ്ട്. 10ാം ക്ലാസ് ആയപ്പോ പോയിണ്ടായിരുന്നു അല്ലേ? ഒരു 3 ലാസ്റ്റ് ക്രിസ്മസ് എക്സാമിന്റെ ആ സമയത്ത് മറ്റേ പോയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ പകുതി ട്യൂഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ സമയത്താണല്ലോ കലോത്സവങ്ങളുടെ വരുന്നത്. എക്സാമിന്റെ ദിവസങ്ങളിലെ ലീവ് കിട്ടുമ്പോഴും ഇതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്യൂഷന് അവിടുത്തെ ട്യൂഷൻ സാറും അവരും നല്ല സപ്പോർട്ടാണ്. അപ്പൊ അങ്ങനെ പോയിട്ടുണ്ട്. ഈ കലോത്സവത്തിന്റെ സമയത്ത് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഐറ്റം പഠിക്കുകയാണ് അല്ലെ സാറിന്റെ അടുത്ത് പോയിട്ട് ഈ കേരള നടനം അതൊക്കെ അതിനുള്ള ഐറ്റം പഠിക്കുക. അപ്പൊ അതിനൊക്കെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് എമൗണ്ട് ചെലവാക്കണം അല്ലെ. ഐറ്റം എടുത്ത് പഠിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇരിങ്ങാലക്കുട നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഭയങ്കര ഇതാണ് ഈ കല. ഇരിങ്ങാലക്കുട, ഗുരുവായൂര്, മറ്റേ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ഇരിങ്ങാലക്കുട എന്നൊക്കെ ചുരുങ്ങിയത് കേരള നടനത്തിന് ഒരു മാഷിന്റെ കീഴിൽ തന്നെ പല സ്കൂളിൽ 7-8 പേരാണ് വരുന്നത്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള നടനത്തിന്റെ ഒരു മാഷ്, കുച്ചിപ്പുടിക്ക് ഒരു മാഷ്, അങ്ങനെ എന്ത് 4 ഐറ്റം എടുത്ത് വരികയാണെങ്കിൽ 4 ഐറ്റത്തിനും സ്പെഷ്യലിസ്റ്റ് മാഷ്മാരാ വരുന്നത്. ഇപ്പൊ വിളക്കന്നെ ജില്ലയിലൊപ്പം മത്സരിച്ച ഒരു കുട്ടിയുടെ അമ്മ 95-ലെ മറ്റേ കലാതിലകാണ്. കേരള നടനത്തിൽ ഫസ്റ്റ്, മറ്റേ കുച്ചിപ്പുടി, മൊയിന, അങ്ങനെ 3 ഐറ്റത്തിൽ പേപ്പറിൽ വന്നിരുന്നു നമ്മളുടെ വരുന്നതിൻ്റെ ഒപ്പം. അപ്പൊ ആ കുട്ടിയുടെ അമ്മ കേരള നടനത്തിൽ അന്ന് ഫസ്റ്റ് കിട്ടിയ ആ അമ്മ എല്ലാ കുട്ടീനെ പഠിപ്പിച്ചത്. മലപ്പുറത്തുള്ള ഒരു ഹമീദ് മാഷ് എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര പ്രമുഖ, അവന്റെ കീഴിൽ പഠിച്ചിട്ടൊക്കെയാണ് വരുന്നത്. നമുക്ക് ഇവിടെ ഒരു കേരള നടനം പഠിപ്പിക്കാൻ ഈ പരിസരത്ത് ഒരാളെ കിട്ടിയില്ല. അപ്പൊ അങ്ങനെയും നമ്മള് അവര് അറിയാം ഒരു ക്ലാസ്സിന് ഇത്രയും പൈസ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. പക്ഷെ അധികം ക്ലാസ്സൊന്നും അവൾ പങ്കെടുത്തിട്ടില്ല. ഒറ്റ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇപ്പൊ ഈ സംസ്ഥാനം വരെ എത്തിയത്. ബാക്കിയൊക്കെ അവര് ഈ പറഞ്ഞ പോലെ പരിശീലനം തന്നെ യൂട്യൂബിൽ നോക്കിയിട്ടും. ഇപ്പൊ ഈ നമ്മളെ അഥവാ പഠിപ്പിക്കുന്ന ഒരു മാഷിനെ തിരിച്ച് നമുക്ക് വിളിച്ചിട്ടൊരു കാര്യം ചോദിക്കാൻ പോലും കിട്ടാറില്ല. അപ്പൊ അതൊക്കെ അപ്പൊ അത് ഇത്രയും കഴിവുണ്ടായ അവരുടെ കഴിവുകൊണ്ട് പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ ഒരു ഗുരു എന്ന് പറയാൻ കാസർഗോഡ് എന്നുള്ളൊരു മാഷ് ആണ് പഠിപ്പിച്ചത്. നമ്മൾ പഴയ ടീച്ചേഴ്സിനൊക്കെ കാണുമ്പോൾ ആ ഒരു അഭിമാനം അവരെന്തായാലും ഉണ്ടാവില്ലേ അവരുടെ മനസ്സിൽ. ആദ്യം പഠിപ്പിച്ചിരുന്ന ദീപിക ടീച്ചർ കാണാറുണ്ടോ? കാണാറൊക്കെ ഉണ്ട്, വന്ന് സംസാരിക്കും. നല്ല ടീച്ചറായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതൊരു പഠിച്ചതിൽ വെച്ചിട്ട് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് എല്ലാത്തിനും പറ്റിയ ടീച്ചറായിരുന്നു. പിന്നെ അവിടുന്ന് മാറേണ്ട അവസ്ഥ വന്നത്. അപ്പോൾ കാണും, സംസാരിക്കും. പിന്നെ മക്കളുണ്ട്. അപ്പോൾ എൻ്റെ ഒപ്പം ഞാൻ 4ലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒപ്പം കളിച്ചൊരു ചേച്ചിയൊക്കെ ഉണ്ട്, മകളാണ്. ചേച്ചി ആയാലും എവിടെ കണ്ടാലും എവിടെയാണെങ്കിലും ഓടി വന്ന് സംസാരിക്കും. നല്ല ഇതാണ്. മോളുടെ മുഖം കാണുമ്പോഴേ ശരിക്കും ആ മോഹിനിയാട്ടത്തിന്റെയും കേരള നടനത്തിന്റെ ഒക്കെ മേക്കപ്പ് ഇട്ട നല്ല ഭംഗിയായിരിക്കും. കഥകളി പോലൊരു ഐറ്റത്തിൽ പഠിക്കണം. അവളെ കണ്ടു കഴിഞ്ഞാൽ ആരും ആദ്യം ചോദിക്കുക കഥകളി പഠിക്കണ്ടോന്നാണ്. പിന്നെ ഈ ദീപിക ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു പ്രശ്നമുണ്ട്. എന്ത് ആഗ്രഹിച്ചാലും അത് കിട്ടണം. ആ ടീച്ചർ ഇപ്പോൾ തിരുവില്ലാനം മഞ്ജു ടീച്ചറാണെങ്കിലും അടിക്കാത്തൊരു കുട്ടി ഉണ്ടെങ്കിൽ ഇവളെ ഉള്ളൂ. പക്ഷേ ഈ ദീപിക ടീച്ചർ അവൾക്ക് അനുസരിച്ച് നിൽക്കും. ഞങ്ങളൊക്കെ അവരുടെ വാശിന്തൊക്കെ കാണുമ്പോൾ പറയും എന്താ ടീച്ചറൊന്ന് കൊടുക്കായിരുന്നില്ല എന്ന് പറയും. പക്ഷെ ടീച്ചർ അവൾക്ക് അത് വേണ്ട, അവള് കഴിവുണ്ട്, അവൾക്ക് അനുസരിച്ച് നിന്ന് അത് ശരിക്കും സത്യം പറഞ്ഞാൽ ആ ടീച്ചറിന്റെ ഒരു കഴിവുകൊണ്ടാണ് ഇവൾ ഇങ്ങനെ ആയത്. ഞങ്ങളെക്കാളും 3 വയസ്സിലൊക്കെ നൃത്തം പഠിപ്പിക്കുക നല്ല കഴിവ്, നല്ല പോവാനൊന്നും മടിയില്ല. നമുക്ക് ഞായറാഴ്ച ഏത് ദിവസമായാലും ഞാൻ കൊണ്ടുപോകും. ഇപ്പോൾ നമ്മൾ പണിയൊക്കെ അവിടെ ഇട്ടിട്ടാണെങ്കിലും നമ്മൾ ഇവർക്ക് ഏത് ഉത്സവങ്ങളാണെങ്കിലും ഏത് അമ്പലമാണെങ്കിലും ഈ പറഞ്ഞ പോലെ ടീച്ചർ ഡാൻസ് പഠിക്കാനും പാട്ട് പഠിക്കാനും ഒക്കെ ഞാൻ കൊണ്ടുപോകും. ഇപ്പോൾ ഈ ഇവള് വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് പകുതി ഒരു ഇത് കിട്ടി. ഫസ്റ്റ് ഇപ്പൊ നമ്മൾ വർക്കില് കുറച്ച് കുറവാണ്, വർക്ക് ചെയ്യുന്നത് ഇപ്പൊ കുറവാണ്. ബിസിനസ്സിലേക്ക് പൂർണ്ണമായി എനിക്ക് ഡാൻസ് കളക്ഷൻ ആണ്. എവിടെയാ വരുന്നത്? നമ്മുടെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പില്ലേ, ബ്ലോക്ക് എത്രയും മുമ്പ് അതിന്റെ ഫ്രണ്ട് ദീപിക ഡാൻസ്. അതെ അല്ലേ. ഇത് ഈ ഒരു വഴി തുറന്നുകൊണ്ടാണോ അവിടെ? എത്ര വർഷമായി? കുറെ വർഷമായോ? 2 വർഷം. പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിസരത്തുള്ള സ്കൂളായാലും അമ്പലമായാലും പള്ളിയായാലും ക്രിസ്ത്യൻ ഒക്കെ നമ്മളെ അടുത്ത് നിർത്തിട്ടാണ് അവതരിപ്പിക്കുന്നത് എല്ലാവരും. അല്ല, അതിനെ കുറിച്ച് കൂടുതൽ അറിയുകയും ചെയ്യാലോ. നമ്മൾ അതിനു വേണ്ടി കുറെ വർഷമായില്ലേ പ്രയത്നിക്കണു. ഒറ്റയ്ക്ക് മേക്കപ്പ് ചെയ്തിട്ടാണ് പല ഐറ്റങ്ങൾ കളിക്കുന്നത്. നമുക്കൊരു മേക്കപ്പിന് വിളിച്ചു കഴിഞ്ഞാൽ 2500 രൂപ വേണം നല്ലൊരു മേക്കപ്പിന് ഒരു വേദിയിൽ കയറണമെങ്കിൽ. പിന്നെ ഇപ്പൊ നമ്മള് കുറച്ച് കഴിവും കൂടി ആകുമ്പോ പിന്നെ ലോക്കലായിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിൻ്റെതായ രീതിയിലുള്ള ഇപ്പോൾ അവളെ കൊണ്ട് ചെയ്യിച്ചിട്ടാണ് മാക്സിമം അവള് ചെയ്യും. അത്രയും വലിയ വേദികളാണെങ്കിലൊക്കെയാണ് പുറത്തുനിന്ന് ആളെ വിളിക്കാറുള്ളൂ. കലോത്സവത്തിനൊക്കെ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അവര് പറയുന്ന പോലെ തന്നെ മാർക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മളായിട്ടൊന്നും പറ്റില്ല എന്ന് പറയുന്നത്. ജില്ല വരെയൊക്കെ എത്തിക്കാം, സംസ്ഥാനത്തേക്കൊക്കെ നല്ല വില പിടിപ്പുള്ള
ഇനിയുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെയാ? അതായത് നീ മുകളിലേക്ക് പോവുക, കലയും കൊണ്ടുപോകണം, പഠിത്തം കൊണ്ടുപോകണം എന്ന് പറഞ്ഞു വെച്ചേ, കലാമണ്ഡലത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. ഇപ്പൊ +1 +2 പോവാന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ പഠിത്തത്തിലേക്ക് കുറച്ചുകൂടി കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറഞ്ഞിട്ട് പഠിത്തത്തിലൂടെ കൊണ്ടുപോയത്. ഇനി എനിക്ക് ഇതിൻ്റെതായിട്ടുള്ള ഡിഗ്രി എടുത്ത് പഠിക്കണം, അങ്ങനെയൊക്കെ ഒരു താല്പര്യമുണ്ട്. അത് ഒരു ടീച്ചർ ആവാനാണോ ആഗ്രഹം? അതായത് ഡാൻസിന്റെ മേഖലയിൽ അധ്യാപികയാവാനാണോ? അങ്ങനെ വെച്ചാൽ ഇപ്പൊ ഞാൻ +1 കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള അങ്ങനെയുള്ള ഒരു മേഖലയ്ക്കും അതിൻ്റെ ഒപ്പം ഒരു സൈഡായിട്ട് ഡാൻസ് ടീച്ചർ ആവാം. അങ്ങനെ രണ്ട് കൊണ്ടുപോയി വേണം. നമുക്ക് വരുമാനം വേണം, അതിൻ്റെ ഒപ്പം തന്നെ കലയെ പ്രോത്സാഹിപ്പിക്കും വേണം. മോളുടെ ആഗ്രഹം എനിക്ക് തരണുള്ളൂ. 8ാം ക്ലാസ് അല്ല ആയിട്ടുള്ളൂ, കുറച്ചുകൂടി കേട്ട് പറഞ്ഞോളൂ. നമ്മളെ ആഗ്രഹം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ആലോചിച്ചിട്ടില്ലേ അങ്ങനെ ആഗ്രഹങ്ങളൊന്നും? അതെ, ശരിയായിക്കോളൂ. എട്ടില്ലല്ലേ ഇതിലൊന്നും ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു വേദിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള മടികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമ്മളൊരു പാട്ട് എത്ര ഹാർഡ് ഇതായാലും പെട്ടെന്ന് പഠിക്കും. അത് ഭയങ്കര ഒരു എന്തോ ഇന്ന സിമ്പിൾ പാട്ടുകൾ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. അങ്ങനത്തെ ഒരു കഴിവാണ്. എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല. അല്ല, എന്താ വേറെ ഭാവിയിൽ എന്താവാനാ ആഗ്രഹം? ഒരു ഭാവിയിൽ പാട്ടുതായി കൊണ്ടുപോകണം. പിന്നെ പ്രത്യേകിച്ച് ആഗ്രഹിക്കണുള്ളൂ അല്ലേ? വരണുള്ളൂ. ഏത് ഫീൽഡിനോടാ കൂടുതൽ ഇഷ്ടം? കല ഒഴികെ വേറെ? ഞാൻ പിന്നെ പറയാം. റീൽസിലൊക്കെ ഇപ്പോൾ ചെയ്യാറുണ്ടോ? റീൽസൊക്കെ ചെയ്യാറുണ്ടോ വീട്ടില്? ഇഷ്ടമായി ചെയ്യാറുണ്ട്. ഈ പാറക്കിൽ എന്ന് പറയുന്ന സ്ഥലം ഒരു കാടും മൊന്തയും ഞങ്ങൾ വരുമ്പോ കണ്ടുകൂടെയൊക്കെ പാറകള്, ഇതൊക്കെ ഞങ്ങൾ മുതലാക്കിയതാണ്. അല്ല, നമ്മളിപ്പോ കാണുമ്പോഴേ ഡാൻസിലും പാട്ടിലൊക്കെ ഭയങ്കരമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കാണാറുണ്ട് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ. അപ്പൊ അതൊക്കെ അതിന്റെ ഉള്ളിലൊക്കെ കാടാണ്. അവിടെയൊക്കെ പോയിട്ട് ഞങ്ങൾ ഞായറാഴ്ച ദിവസങ്ങൾ ഇപ്പൊ കുറച്ച് കുറച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഇവർക്ക് മടിയായി. നമ്മളൊക്കെ ചെറുപ്പത്തിൽ എന്തുവാണെങ്കിലും എന്ത് ഡാൻസ് ആണെങ്കിലും അപ്പൊ ഇറങ്ങുന്ന ഡാൻസുകൾ ആ രീതിയിൽ കളിച്ച് പാട്ടും പാടി ഞങ്ങൾ ഉണ്ടായിരുന്നു എല്ലാ ഞായറാഴ്ച. ഒരേ ഇപ്പൊ ഞായറാഴ്ച എന്നല്ല, ചിലപ്പോ എല്ലാ ആഴ്ചയിലും ഒരു 3-4 എണ്ണം നല്ല ഇത് ഇടും. ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും ഉണ്ട്. ചില വീടുകളിൽ നമുക്ക് കുട്ടികൾക്ക് കഴിവുണ്ടാവും, പക്ഷെ പാരന്റ്സിന് അത് മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള, പക്ഷെ ഇവിടുന്ന് കട്ട സപ്പോർട്ടാണല്ലേ. ഇപ്പൊ ഞങ്ങള് നോക്കുമ്പോ ഞങ്ങള് കാരണം ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിലായാലും. ഞങ്ങള് എല്ലാ ദിവസവും ഇടുന്നതാണ്. അപ്പൊ അത് കണ്ടിട്ട് അവരുടെ കുട്ടികളെയും അതിൽ കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക്. അത് അങ്ങനെ വേണം എന്നുള്ളതിലാണ് ഞങ്ങൾ പല വീഡിയോകളും ഇതൊക്കെ പ്രചരിപ്പിക്കാറുള്ളത്. നല്ലൊരു ഭക്തിപ്പാട്ട് കേട്ടിട്ട് ഒരു കുട്ടിയെങ്കിലും ആ പാട്ട് പാടുക അല്ലെങ്കിൽ അതിനോട് ശ്രമിക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ നമുക്ക് പലർന്നും കാണുന്നുണ്ട്. ഇപ്പോൾ ഏത് അമ്പലത്തിലും ഒരു പരിപാടി, മെയിൻ പരിപാടി ഉണ്ടെങ്കിലും ഒരു 4-5 ദിവസമെങ്കിലും നമ്മുടെ പരിസരത്തുള്ള കുട്ടികൾക്ക് കളിക്കാനൊരു അതിപ്പോൾ കുറച്ച് ഞാനിവിടെ ഒരു അമ്പലത്തിൽ ഒരു 4 കൊല്ലം മുമ്പ് ഒരു കുംഭാഭിഷേകത്തിന് അന്ന് ഒരു 7 ദിവസത്തോളം നമ്മളെ നാട്ടിൽ തന്നെ എല്ലാവരെയും വെച്ചിട്ട് കളിപ്പിച്ചാണ്. അത്രയും ജനങ്ങൾക്ക് അവസരം. ഇപ്പം എല്ലാ അമ്പലത്തിലും അതിന് ശേഷം ഒരുവിധം എല്ലാ അമ്പലത്തിലും 3-4 ദിവസം ഇവരെ പോലുള്ളവരും മറ്റുള്ളവരും എല്ലാവർക്കും കഴിവ് തെളിയിക്കാൻ ഒരു വേദി കൊടുക്കുന്നുണ്ട്. അതിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മള് മാത്രല്ല പുറമുള്ളവരും വരട്ടെ എന്നുള്ളതിനാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നമുക്ക് ദൈവം ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സംഭവം തന്നത്. ഈ കോസ്റ്റ്യൂം വാടകയ്ക്ക് കൊടുക്കാനോ. എന്നാലും ഞങ്ങൾ പരമാവധി ചിലവർക്കൊക്കെ നമ്മൾ കഴിവില്ല എന്നൊക്കെ കണ്ടു കഴിഞ്ഞാലും നമ്മളത് അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കാറുണ്ട്. ഇഷ്ടമായി ക്ഷേത്രങ്ങൾ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതാണ് മറ്റൊരാളുടെ ദുഃഖം അത്രയും ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇവര് പിന്നോട്ട് പോയിട്ടില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അവരും കട്ട സപ്പോർട്ട് തന്നെയാണ്, അതുകൊണ്ട് പിന്നെ പേടിക്കാനില്ലല്ലോ. പിന്നെ പണ്ട് ഏറ്റവും വലിയ ആഗ്രഹം ഞങ്ങൾ ഇതേപോലെ തിരുവില്ലാമല ഒരു ഇളനീര് നാളികേര തെങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപി. അപ്പൊ അത് ഇവൾക്ക് കൊടുത്തു. ഇവളത് ഫേസ്ബുക്കിൽ അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയാ, അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആള് വന്ന് കാണാന്നൊക്കെ പറഞ്ഞിരുന്നു. തെങ്ങൊക്കെ എപ്പോഴും അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ആളെ കാത്തിരിക്കുകയാണ്. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയാണ്. चाहेगा दिल तुझे ही पे चैनियों में पाएगा दिल, साथी रे मर के भी तुझको
चाहेगा दिल तुझे ही पे चैनियों में पाएगा दिल। मेरे गीसों की साही में मेरे राहतों है खुशबू है, तेरी बगैर का जीना मेरे रूम रूम में तू है। मेरी चूड़ियों के कन कन से तेरी सदारी आती है, ये दूरियां हमेशा ही नस्ती कहाँ बुलाती है ओ पिया। മക്കളുടെ എല്ലാ സന്തോഷത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലിയുടെ കൂടെ എത്തിയാൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് കാര്യങ്ങളോട് നമ്മളോട് ഷെയർ ചെയ്യാനുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഞങ്ങൾക്ക് അമ്മയും അച്ഛനൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണത് ഞങ്ങളുടെ മാമയാണ്. അനൂപ് എന്നാണ് പേര്. ഞങ്ങൾക്ക് എന്ത് ഓഡിഷൻ ഉണ്ടെങ്കിലും അവിടേക്ക് ഞങ്ങളെ കൊണ്ടാക്കുന്നത്, എത്ര മണി വരെ നിന്നാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കാൻ ഒരു ഇത് കാണിക്കുന്നത് ഞങ്ങളുടെ മാമയാണ്. ഇനി അച്ഛനും അമ്മയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ഇങ്ങനത്തെ ഒരു വീട്ടിലേക്ക് ആദ്യമായിട്ടൊരു ചാനൽ ഞങ്ങൾ തേടിപ്പിടിച്ച് വന്നതും എൻ്റെ മക്കളെ അതിൽ ഒരു ഭാഗമാക്കാൻ ശ്രമിച്ചതിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നു. പിന്നെ ഇതിനു മുമ്പും പല ന്യൂസുകളുടെ ഇടയിലൊക്കെ ന്യൂസുകളിലൊക്കെ അവർക്ക് ഒരുപാട് മുന്നിലേക്ക് എത്താൻ CCV ചാനലുകാർ ശ്രമിച്ചിട്ടുണ്ട്. അത് കാണുമ്പോഴും എന്താ പറയുക, പറയാൻ കിട്ടുന്നില്ല. എന്തായാലും സന്തോഷം, വളരെ സന്തോഷം. പിന്നെ ഇവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാഷുമാർ, ടീച്ചർമാർ, ഇവളുടെ ടീച്ചർമാർ എല്ലാവരും എപ്പോഴും അവർക്കൊപ്പം ഉണ്ടാവണം. അവർക്ക് ഇനിയും മുമ്പോട്ട് പോകാനുള്ള വഴി തെളിയിച്ചു കൊടുക്കണം. എല്ലാവരോടും ആ രീതിയിലും കൂടി ഞങ്ങളൊന്ന് അപേക്ഷിക്കുകയാണ്. എന്തായാലും നല്ലൊരു ദിവസം ആയിരുന്നു ഇന്ന്. അമ്മയോട് പറഞ്ഞു തന്നെ പറയുള്ളൂ. എല്ലാവർക്കും നന്ദി, ഒരുപാട് സന്തോഷം. മക്കളുടെ പേരിൽ അമ്മ അറിയപ്പെടുമ്പോഴുള്ള സന്തോഷം നമ്മുടെ ആഗ്രഹമാണ് അവരിലൂടെ നിറവേറ്റുന്നത് അല്ലേ. പറയാൻ വാക്കുകളില്ല, കണ്ണൊക്കെ നിറയണം. എന്തായാലും നമുക്ക് ദേവികേനെയും ദീപികേനെയും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഇവരുടെ കഴിവുകൾ നമ്മളിപ്പോൾ ഇതിൽ കണ്ടു. ഇനി ഉയരങ്ങളിൽ എത്തട്ടെ, ഇവരെ ആശിച്ച രീതിയിൽ എത്താനായിട്ട് ഇവരെ സഹായിക്കട്ടെ. അനുഗ്രഹം എല്ലാവർക്കും കൊടുക്കുക. ആ കുട്ടികൾക്ക് അച്ഛനും അമ്മയുടെയും ആഗ്രഹപ്രകാരം അവർ വലിയ ഉയരങ്ങളിൽ എത്തുമെന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്. താങ്ക് യു. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ. പാടുവതും രാഗം നീ തേടുവതും രാഗമാം ദേവനുമനുരാഗിയാമം